ഇന്ത്യൻ പ്രതിരോധ മേഖല ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല. ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കടലിൽ പുതിയ ഡോൾഫിൻ ഹണ്ടർ എത്തുകയാണ്. ആകാശത്ത് തേജസിന്റെ പുതിയ കരുത്ത് വിരിയുന്നു എന്നതും എടുത്തു തന്നെ പറയണം. എന്താണ് ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ സൈനിക കരുത്ത് മാറ്റുരയ്ക്കുന്ന വായുശക്തി 2026 വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കടലിലെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പുതിയ ഡോൾഫിൻ ഹണ്ടർ വരികയാണ്. 2026 ഫെബ്രുവരി 27 ചെന്നൈയിൽ വെച്ച് INS അഞ്ചദ്വീപ് എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്യുകയാണ്. ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു കപ്പലാണിത്. ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളിൽ പോലും ഇതിന് അതിവേഗത്തിൽ നീങ്ങാൻ കഴിയുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ കപ്പൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ് തന്നെയാണ്. ഇനി ആകാശത്തേക്ക് നോക്കാം. ഫെബ്രുവരി 27 തന്നെ രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പടുകൂറ്റൻ അഭ്യാസ പ്രകടനം നടക്കുകയാണ്. അതെ, വായുശക്തി 2026 കുറിച്ച് തന്നെയാണ് പറയുന്നത്. 100-ലധികം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനമായ തേജസ്, കരുത്തനായ റഫേൽ, ഒപ്പം അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നിവ തങ്ങളുടെ പ്രഹരശേഷി തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. രാത്രിയിലും പകലും ഒരുപോലെ ശത്രുവിനെ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന സജ്ജമാണെന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു നിമിഷമായിരിക്കും അത്. ഇന്ത്യ വെറും ഒരു ആയുധ ഉപഭോക്താവ് മാത്രമല്ല, ഒരു ആയുധ കയറ്റുമതി രാജ്യം കൂടിയായി മാറുകയാണ്. 2026 കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി 7.84 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 15% വർധനവാണിത്. ഇത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും അതുപോലെ തന്നെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും സഹായകമാകും. ഇന്ന് 100-ലധികം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നതും എടുത്തു തന്നെ പറയണം. ആയുധ ഇറക്കുമതി കുറച്ച് ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുകയാണ് നമ്മുടെ രാജ്യം. ശത്രുക്കൾക്ക് ഭയവും സുഹൃത്തുക്കൾക്ക് ആത്മവിശ്വാസവും നൽകുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ച ഇപ്പോൾ കാണാനാകുന്നത്. എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡിഫൻസ് അപ്ഡേറ്റുകൾക്കൊക്കെയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു ഡിഫൻസ് വാർത്തയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.